നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരിച്ചവർ 582 ആയിരിക്കുന്നു. 71 വയസ്സുള്ള വ്യക്തിയുടെ മരണമാണ് ഖത്തറിൽ കോവിഡ് രോഗബാധ മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. 184 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. 105 പേർക്ക് സമ്പർക്കം വഴി രോഗം പകർന്നപ്പോൾ 79 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 143 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ നിലവിലെ രോഗികൾ 2026 ആയിരിക്കുന്നു. സൗദിയിൽ വിവിധ ആശുപത്രികളിലും മറ്റുമായി കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 11,050 ആയിരിക്കുന്നു. ഇവരിൽ 1,496 പേരുടെ നില ഗുരുതരം. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. ഇന്ന് 1,236 പുതിയ രോഗികളും 1,050 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് രോഗികളുടെ എണ്ണം 4,71,959 ആകെ രോഗമുക്തരുടെ എണ്ണം 4,53,259 ആയിരിക്കുന്നു. ഇന്ന് 15 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 7,650 ആയിരിക്കുന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.03%, മരണനിരക്ക് 1.62%. കുവൈറ്റിൽ 1,646 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ആകെ 3,34,216 ആയിരിക്കുന്നു. 5 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചതോടെ ആകെ കോവിഡ് മരണം 1,842 ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനാദ് അറിയിച്ചിരിക്കുന്നു. 1,427 പേർ രോഗമുക്തരായി. ഇതിനോടകം തന്നെ 3,15,645 പേർ രാജ്യത്ത് കോവിഡ് രോഗമുക്ത ായതായും അദ്ദേഹം പറഞ്ഞു. യുഎയിൽ 1,942 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,918 പേർ സുഖം പ്രാപിക്കുകയും 6 പേർ മരണപ്പെടുകയും ചെയ്തു. പുതിയതായി നടത്തിയ 2,53,007 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 6,80,070 പേർക്ക് യുഎയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരിൽ 5,87,160 പേർ രോഗമുക്തരാവുകയും 1,747 പേർ മരണപ്പെടുകയും ചെയ്തു. ജൂൺ 13 മുതൽ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ആരംഭിച്ച കോവിഡ് പ്രതിരോധ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ 2ാമത്തെ ആഴ്ചയും തുടരുമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 45 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള വാക്സിൻ സ്വീകരിക്കാൻ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഞായർ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 4 മണി മുതൽ 9 വരെ ആയിരിക്കും വാക്സിൻ ലഭിക്കുക. സൗദി അറേബ്യയിൽ 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ ഭൂരിപക്ഷവും കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഹഫർ അൽ ബാത്തിലാണ് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പേർ വാക്സിൻ സ്വീകരിച്ചത്. 60 വയസ്സിന് മുകളിലുള്ള 98% പേരും ഇവിടെ വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നു. എമിറേറ്റ്സ് എയർലൈൻസ് ജൂലൈ അവസാനത്തോടെ 90% സർവീസ് പുനരാരംഭിക്കുന്നു. 124 കേന്ദ്രങ്ങളിലേക്കായി ജൂലൈ അവസാനത്തോടെ എമിറേറ്റ്സ് 880 പ്രതിവാര സർവീസുകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ 115 സർവീസുകളാണ് നടത്തുന്നത്. വെനീസ്, ഫുക്കറ്റ്, ഒർലാൻഡോ, മെക്സിക്കോ, ലിയോൺ, മാൾട്ട എന്നിവിടങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിക്കും. കൂടാതെ മിയാമിലേക്ക് പുതിയ സർവീസ് തുടങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഫിഫ അറബ് കപ്പിന്റെ ഭാഗമാവാൻ പ്രവാസികൾക്കും സുവർണാവസരം. നവംബർ 30 മുതൽ ഡിസംബർ 18 വരെ 6 ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലായി നടക്കുന്ന പ്രഥമ അറബ് കപ്പ് ടൂർണമെന്റിലെ വോളണ്ടിയർമാരെ ക്ഷണിച്ചിരിക്കുകയാണ്. ലോകകപ്പ് പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി. സുപ്രീം കമ്മിറ്റിയുടെ ഇതുവരെയുള്ള വോളണ്ടിയർ പ്രോഗ്രാം വലിയ വിജയകരമായിരുന്നു. കൂടുതൽ വോളണ്ടിയർമാരെ ആവശ്യമുണ്ടെന്നും സുപ്രീം കമ്മിറ്റി വോളണ്ടിയർ സ്ട്രാറ്റജി മാനേജർ നാസർ അൽ മൊഗൈസീബ് പറഞ്ഞു. സൗദി ഭരണകൂടത്തിന്റെ കാരുണ്യത്തിൽ വിദേശികളുടെ റീ എൻട്രി വിസയും സൗജന്യമായി പുതുക്കി തുടങ്ങി. യാത്രാ വിലക്കിൽ സൗദിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്ത നിരവധി മലയാളികൾക്കും വിസ പുതുക്കി ലഭിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. യാത്രാവിലക്ക് മൂലം സൗദിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തവരുടെ ഇഖാമ, എക്സിറ്റ്, റീ എൻട്രി, വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി നീട്ടി നൽകാൻ ഇക്കഴിഞ്ഞ മെയ് 24 സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയത്. ഇതിനെ തുടർന്ന് ജൂലൈ 31 വരെ ഇഖാമ കാലാവധി ദീർഘിപ്പിച്ചു തുടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.